tears of joy for all the pleasure and the certainty that we're surrounded by the comfort and protection of the highest powers. In lonely hours, the tears devour you, and I wanna stand with you on the mountain. I wanna bathe with you in the sea. I wanna lay like this forever until the sky falls down on me. Oh, can you see it, baby? You don't have to close your eyes, just standing right before you. All that you need will surely come. I'll be your dream, I'll be your wish, I'll be your fantasy. I'll be your hope, I'll be your love, be everything that you need. I'll love you more with every breath, truly, madly, deeply do. I wanna stand with you on a mountain. I wanna bathe with you in the sea. അങ്ങയുടെ രാജ്യം വരണം, മനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമാധാനം ശാന്തിയോടും ജീവനേക്കുവാനും എല്ലാവരും അങ്ങനെ ദിവസം ഞങ്ങൾക്ക് അനുഗ്രഹിച്ചിട്ടാണ് നമ്മൾ പ്രാർത്ഥന യോഗം ചെയ്യുന്നത്.
നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ ഈശോയുടെ ഏറ്റവും ആദരം നിറഞ്ഞ ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് വിശുദ്ധ വിവാഹത്തിൽ ഒന്നായിത്തീരുന്ന നിതിൻ മെറിൽ, ദൈവം എല്ലാം സൃഷ്ടിച്ചതിന് ശേഷം എല്ലാം നന്നായിരിക്കുന്നു എന്ന് കണ്ടു. ഒരു കാര്യം മാത്രം അവന് നല്ലതായിട്ട് തോന്നിയില്ല. അത് ആദം ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്നാണ് തോന്നിയത്. ആകയാൽ ദൈവം അവന് ഒരു ഇണയെ, തുണയെ നൽകി. ഇതുപോലെ ദൈവം നിതിൻ ഏകനായിരിക്കുന്നത് ഇഷ്ടപ്പെട്ടു, നല്ലതല്ല എന്നറിഞ്ഞു. മെറിൽ ഏകയായിരിക്കുന്നത് കണ്ടു, അത് നല്ലതല്ല എന്ന് കണ്ടു. ആകയാൽ നിങ്ങളെ രണ്ടുപേരെ പരസ്പരം ഒരു സമ്മാനം എന്നതുപോലെ കൂട്ടി യോജിപ്പിച്ചിരിക്കുകയാണ്, നൽകിയിരിക്കുകയാണ്. ആദത്തോട് ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായം ചോദിച്ചിട്ടല്ല ദൈവം ഹവ്വായെ നൽകിയത്. ദൈവം കൊടുത്ത ആ തുണയെ അതേപടി ഹൃദയം തുറന്ന് മനസ്സ് നിറഞ്ഞ് ആദം സ്വീകരിക്കുകയായിരുന്നു. അവളെ ലഭിച്ചപ്പോൾ അവൻ പറഞ്ഞത്, ഇതെൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവുമാണ് എന്നാണ്. മറ്റൊരു കുറവും ഒരു പോരായ്മയും അവളിൽ ആദം കണ്ടെത്തിയില്ല. അവൻ്റെ മനസ്സ് നിറഞ്ഞിരുന്നു. എന്നാൽ ഹവ്വ എല്ലാം തികഞ്ഞവളായിരുന്നില്ല, പോരായ്മയില്ലാത്തവളായിരുന്നില്ല. ആദത്തിൻ്റെ സ്വർഗം നഷ്ടപ്പെടാൻ കാരണമായത് ഹവ്വയാണ്. എങ്കിലും ദൈവം നൽകിയവളെ, അവളെ ഏറ്റവും സ്നേഹത്തോടെ ജീവിത അവസാനം വരെ അവൾ തൻ്റെ കൂടെ ചേർത്ത് നിർത്തി. ഇന്ന് നിതിനും മെറിലും ഒരുമിക്കുമ്പോൾ ദൈവമാണ് നിങ്ങളെ യോജിപ്പിച്ചത് എന്ന് തിരിച്ചറിയുക. രണ്ടുപേരും പോരായ്മകളില്ലാത്തവരല്ല, കുറവുകളില്ലാത്തവരല്ല. രണ്ടുപേർക്കും രണ്ടുപേരുടേതായിട്ടുള്ള പരിമിതികളും കുറവുകളും ഉണ്ട്. പക്ഷേ ദൈവം നിങ്ങൾ രണ്ടുപേരെയും ഒരുമിച്ചിപ്പിച്ചിരിക്കുന്നത് ആ കുറവുകൾ പരസ്പരം നികത്തി പൂർണ്ണ മനുഷ്യരായി മാറുന്നതിന് വേണ്ടിയിട്ടാണ്. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ദൈവം നൽകിയ ഈ പങ്കാളിയെ ഏറ്റവും സ്നേഹത്തോടെ, ഏറ്റവും നിറഞ്ഞ ഹൃദയത്തോടെ നിങ്ങൾ സ്വീകരിക്കുക. ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളോടുകൂടെ ഉണ്ടാകും. ആ കൃപ, ദൈവം ആദ്യ മാതാപിതാക്കൾക്ക് നൽകിയ കൃപ നിങ്ങൾക്കും നൽകപ്പെടുമാറാകട്ടെ എന്ന് ഞങ്ങൾ ഈ ബലി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. നമുക്കേവർക്കും ഒരുമിച്ച് ചേർന്ന് ഈ മക്കളുടെ ഈ പുതിയ ജീവിതത്തിൻ്റെ തുടക്കത്തിന് വേണ്ടി, ഇവ രൂപപ്പെടുത്തുവാൻ പോകുന്ന കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെ പാപം ചെയ്തുപോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ ഇതിലെയായ വിമർശിക്കപ്പെടും എല്ലാ ആരാധനക്കാരും വിശുദ്ധരോടും സഹോദരങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണം. Oh
വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്, ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കുവിൻ. ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിന് എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിൻ്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയരായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാതെ മഹത്വപൂർണമായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചെയ്യും. അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. പരസ്പരം സ്നേഹിച്ചാൽ ദൈവം നമ്മിൽ വസിക്കും. അവിടുത്തെ സ്നേഹം നമ്മിൽ പൂർണ്ണമാവുകയും ചെയ്യും. അധ്യായം 2, 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് ഗലീലയിലെ ഖാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. 6 കൽഭരണികളിൽ യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിനെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളിനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരുന്നു. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ ഖാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ ഈ അടയാളം കണ്ട് അവനിൽ വിശ്വസിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ഈശോയിൽ ഇത്രയും സ്നേഹബഹുമാനപ്പെട്ട വന്ധ്യ വൈദികരെ,
ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, ഇന്ന് വിവാഹം എന്ന ഉദാശയിലൂടെ തിരുസഭയിൽ ഒരു കുടുംബത്തിന് രൂപം കൊടുക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട നിധിൻ ആൻഡ് മെറിൽ, പ്രിയപ്പെട്ട ബന്ധുമിത്രാദികളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, ആദ്യമായി തന്നെ ഈ നല്ല ദിവസത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഹൃദയപൂർവ്വം ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരിൽ നിങ്ങൾക്ക് നേരുകയാണ്. ഒത്തിരി നാളത്തെ പ്രാർത്ഥനയുടെയും ഒരുക്കത്തിൻ്റെയും ഒക്കെ അവസാനം വിവാഹമെന്ന പാവനമായ കൂദാശയിലൂടെ ഒന്നായി തീരുവാൻ, ഒരു ശരീരവും ഒരു ആത്മാവുമായി തീരുവാൻ അൾത്താര മുൻപാകെ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട നിധിനും മെറിലും കടന്നു വന്നിരിക്കുകയാണ്. ദൈവത്തിന് ഇവരെക്കുറിച്ച് വലിയൊരു സ്വപ്നമുണ്ട്, ഇവരെക്കുറിച്ച് വലിയൊരു പദ്ധതിയുണ്ട്. അവിടെ നിന്ന് ആഗ്രഹിക്കുന്ന വിധത്തിൽ നല്ലൊരു കുടുംബത്തിന്, പ്രാർത്ഥിക്കുന്ന, ഒരുമിച്ച് നിൽക്കുന്ന, പങ്കുവയ്ക്കുന്ന, സ്നേഹത്തിൽ വളരുന്ന ഒരു കുടുംബത്തിന് രൂപം കൊടുക്കണം. തിരുസഭ ഒത്തിരിയേറെ ആകുല ചിത്തയാണ് ഇന്നത്തെ കുടുംബങ്ങളുടെ കാര്യമോർത്ത്. അതുകൊണ്ടാണ് വിവാഹത്തിന് രണ്ട് വ്യക്തികൾ കടന്നു വരുമ്പോൾ ഒത്തിരിയേറെ കടമ്പകൾ അവർക്ക് കടക്കാനുണ്ട്. വികാരിച്ചൻ്റെ അടുത്ത് ചെല്ലണം, അച്ഛൻ ഒത്തിരി കാര്യങ്ങൾ ചോദിക്കും, ഒത്തിരിയേറെ ഫോമുകൾ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കണം, വിവാഹ ഒരുക്ക ധ്യാനത്തിന് പോകണം, അങ്ങനെ ഒത്തിരി കടമ്പകളുണ്ട്. ഇതെല്ലാം നിങ്ങളെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കുന്നതിന് വേണ്ടിയല്ല, മറിച്ച് ഈ വിവാഹമെന്ന കൂദാശയുടെ പ്രാധാന്യത്തെയും കുടുംബത്തിൻ്റെ പരിപാലനത്തെയും നിങ്ങൾ എടുക്കേണ്ട ഉത്തരവാദിത്തങ്ങളെയൊക്കെ കുറിച്ച് നിങ്ങളെ ബോധവാന്മാരാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സഭ വിഭാവനം ചെയ്തിരിക്കുന്നത്. കാരണം പ്രാർത്ഥിക്കുന്ന പാവനമായ പരിശുദ്ധമായ കുടുംബമാണ് തിരുസഭയുടെ അടിത്തറ എന്ന് പറയുക. തിരുസഭ രൂപം കൊള്ളുന്നത്, പണിയപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവാകുന്ന മൂലക്കല്ലിൽ ആണ്. അതേപോലെ ക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്ന, ദൈവസ്നേഹത്തിൽ വളരുന്ന, ദൈവഭയത്തിൽ വളരുന്ന കുടുംബങ്ങളിൽ നിന്നാണ് തിരുസഭയെ നയിക്കാനുള്ള മാർപ്പാപ്പയും മെത്രാന്മാരും വൈദികരും സന്യസ്തരും വിശുദ്ധന്മാരും ഒക്കെ രൂപം കൊള്ളുന്നത് കുടുംബത്തിൽ നിന്നാണ്. ആകയാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവർക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഈ കുർബാന സമയത്ത് നമ്മൾ കാഴ്ചക്കാരായി നിൽക്കാതെ ഇവരുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ ചൊരിയപ്പെടുന്നതിന് വേണ്ടി പ്രത്യേകം നമ്മൾക്ക് പ്രാർത്ഥിക്കണം. നിധിനും മെറിലും ഇന്ന് ഈ കുദാശ സ്വീകരിക്കുവാൻ കടന്നു വരുമ്പോൾ നിങ്ങൾക്ക് തിരുസഭ നൽകുന്നത് 3 മാതൃകകളാണ്. നിങ്ങൾക്ക് അനുകരിക്കുവാനും ധ്യാനിക്കുവാനും കണ്ടുപഠിക്കുവാനും സഭ നൽകുന്ന ഏറ്റവും ആദ്യത്തെ മാതൃക ത്രിയേക ദൈവത്തിൻ്റെ മാതൃകയാണ്. ത്രിയേക ദൈവം 3 ആളുകൾ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, സ്നേഹമെന്ന ചരടിനാൽ നിരന്തര സമ്പർക്കത്തിലൂടെ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഒരു രഹസ്യം ത്രിയേക ദൈവം. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പരിശുദ്ധാത്മാവ് പുറപ്പെടുന്നു. പിതാവ് പുത്രനെ അറിയുന്നു, പുത്രന് പിതാവ് സ്വർഗീയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നു. എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നില്ല എന്നുള്ള വചനങ്ങളൊക്കെ കാണിക്കുന്നത് നമ്മൾക്ക് അനുകരിക്കാൻ പറ്റിയ, കുടുംബജീവിതത്തിൽ അനുകരിക്കാൻ പറ്റിയ ഏറ്റവും വലിയ മാതൃക ത്രിയേക ദൈവം. പരസ്പര സ്നേഹം, പരസ്പര മനസ്സിലാക്കൽ, ആദരവ് എല്ലാം ഈ ത്രിയേക ദൈവത്തിൽ അടങ്ങിയിരിക്കുന്നു. അങ്ങനെ നിധിനും മെറിലും കണ്ടുപഠിക്കേണ്ട, ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ആദ്യത്തെ മാതൃക ത്രിയേക ദൈവത്തിൻ്റെ മാതൃക. പരസ്പരം അറിയണം, പരസ്പരം സ്നേഹിക്കണം, പരസ്പരം ബഹുമാനിക്കണം, പരസ്പരം പങ്കുവയ്ക്കണം, പരസ്പരമുള്ള നിരന്തരമായ നിതാന്തമായ സമ്പർക്കത്തിൽ വളരുവാൻ നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്തെ മാതൃക തിരുക്കുടുംബത്തിൻ്റെ മാതൃകയാണ്. നസ്രത്തിലെ തിരുക്കുടുംബം. നിധിൻ ഒരു യൗസേ പിതാവായി മാറാൻ തീരുമാനിക്കുന്നു. അതേപോലെ മെറിൽ ഒരു പരിശുദ്ധ കന്യകാമറിയമായി മാറുവാൻ തീരുമാനിക്കുമ്പോൾ, വിശുദ്ധരാകാൻ തീരുമാനിക്കുമ്പോൾ
നിങ്ങളുടെ കുടുംബം തിരുക്കുടുംബമായി മാറുന്നു. നിങ്ങൾക്ക് ദൈവം ദാനമായി നൽകുന്ന കുഞ്ഞുങ്ങളെ ഈശോയെ വളർത്തിയതുപോലെ ജ്ഞാനത്തിലും പ്രായത്തിലും വളർത്തുവാൻ നിങ്ങൾ പരിശ്രമിക്കുമ്പോൾ, ഒരുമിച്ച് പരിശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബം തിരുക്കുടുംബം പോലെ മറ്റുള്ള കുടുംബങ്ങൾക്ക് ഒരു മാതൃകയായി മാറും. മൂന്നാമത്തെ മാതൃക തിരുസഭയുടെ മാതൃകയാണ്. ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ തിരുസഭയുടെ മാതൃക. എങ്ങനെയാണ് ക്രിസ്തു തൻ്റെ തിരുസഭയെ സ്നേഹിച്ചത്? തൻ്റെ ജീവിതം യാഗമായി നൽകിക്കൊണ്ട് തിരുസഭയെ സ്നേഹിച്ചതുപോലെ, തിരുസഭയുടെ ശിരസ്സായ ക്രിസ്തുവിനെ സഭ സ്നേഹിക്കുന്നത് പോലെ ആ വലിയ മാതൃക നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവണം. തീർച്ചയായിട്ടും ഈ ഒരു യാത്ര എന്ന് പറയുന്നത് സുഖകരമായ ഒരു യാത്രയായിരിക്കത്തില്ല. മറിച്ച് ഒത്തിരിയേറെ പ്രതിബന്ധങ്ങളും കുരിശ് വഴികളും തടസ്സങ്ങളുമൊക്കെ ഈ യാത്രയിൽ നിങ്ങൾക്കുണ്ടാകും. അപ്പോഴൊക്കെ ഈശോയുടെ കുരിശിൻ്റെ വഴിയിൽ ശിമയോൻ കടന്നു വന്നതുപോലെ, വെറോനിക്ക കടന്നതുപോലെ നിങ്ങൾ പരസ്പരമുള്ള ഭാരങ്ങൾ ഏറ്റെടുക്കണം. നിത്യൻ്റെ കുറവുകൾ മനസ്സിലാക്കി മെറിൻ ആ കുറവുകൾ നികത്താൻ പരിശ്രമിക്കണം. അതേപോലെ നേരെ തിരിച്ചും മെറിലിൻ്റെ കുറവുകളും കഴിവുകളും അംഗീകരിച്ച് പരസ്പരം ആദരിച്ച് ബഹുമാനിച്ച് ഈ യാത്രയിൽ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കും. മരണത്തിനല്ലാതെ മറ്റൊരു ശക്തിക്കും നിങ്ങളെ വേർപെടുത്തുവാൻ സാധിക്കുകയില്ല. ആ വലിയ കർത്താവിൻ്റെ സ്വപ്നം നിങ്ങളിലൂടെ പൂവണിയട്ടെ. പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും ബഹുമാനിച്ചും നല്ലൊരു കുടുംബജീവിതം കാഴ്ചവെക്കുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ ഈ മനോഹരമായ ദിവസത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നേരുന്നു. പ്രിയ നിതിൻ മെറിൽ, പുരോഹിതന്മാരുടെയും സമൂഹത്തിൻ്റെയും മുൻപിൽ വച്ച് നിങ്ങളുടെ സ്നേഹം പരിശുദ്ധമായ വിവാഹമെന്ന കൂദാശയാൽ മുദ്രണം ചെയ്ത് ഉറപ്പിക്കാൻ നിങ്ങളിന്ന് ഈ ദേവാലയത്തിൽ വന്നിരിക്കുന്നു. ജ്ഞാനസ്നാനത്താൽ നിങ്ങളെ അവിടുന്ന് പൗത്രീകരിച്ചു. ഇപ്പോൾ വിവാഹമെന്ന കൂദാശയാൽ നിങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു, ശക്തിപ്പെടുത്തുന്നു. നിങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ, ദാമ്പത്യ ജീവിതത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിർവഹിച്ച് മരണം വരെ വിശ്വസ്തതയിൽ സ്നേഹത്തിൽ ജീവിക്കാൻ അവിടെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാനിപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന തിരുസഭയുടെ മുൻപാകെ, നിങ്ങളുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെ മുൻപാകെ പരസ്പര സമ്മതം ചോദിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും മറുപടി പറയുക. പ്രിയ നിതിൻ മെറിൽ, നിങ്ങൾ വിവാഹിതരാകാൻ വന്നിരിക്കുന്നത് ആരുടെയും സമ്മർദ്ദം കൂടാതെയും പൂർണ്ണമായും അറിവോടും സ്വാതന്ത്ര്യത്തോടും കൂടെയാണ്. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെന്ന നിലയിൽ ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ച് ജീവിക്കാൻ സന്നദ്ധരാണ്. ദൈവം നിങ്ങൾക്ക് നൽകുന്ന കുഞ്ഞുങ്ങളെ സ്നേഹപൂർവം സ്വീകരിക്കുവാനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധ കത്തോലിക്ക സഭയുടെയും പ്രബോധനമനുസരിച്ച് വളർത്തുവാനും സന്നദ്ധരാണ്. വിവാഹ ഉടമ്പടി ചെയ്യുവാൻ പോകുന്ന നിങ്ങൾ വലതു കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെയും തിരുസഭയുടെ മുൻപാകെ സമ്മതം പ്രകടമാക്കുക. ഞാൻ നിങ്ങളെ എൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തും വരെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ചു ആദരിച്ചു ഒന്നിച്ച് ജീവിക്കാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഞാൻ നിങ്ങളെ എൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തും വരെ
സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ചും ജീവിക്കാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങളിപ്പോൾ സഭാസമക്ഷം പ്രകടിപ്പിച്ച പരസ്പര സമ്മതം കർത്താവ് കരുണയോടെ സ്വീകരിച്ച് ആശിച്ചുകൊണ്ട് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ദൈവമേ, ഈ താലി ആശീർവദിക്കണമേ. ഇത് ഈ ദമ്പതികളുടെ പരസ്പര സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയും അടയാളമായിരിക്കണമേ. പ്രസാദവരത്തിൻ്റെ അടയാളമായ ഈ മന്ത്രമൂടി ആശീർവദിക്കണമേ. ജ്ഞാനസ്നാന അവസരത്തിൽ പ്രസാദവരത്താൽ ക്രിസ്തുവിനെ വസ്ത്രമായി അണിഞ്ഞ ഈ ദമ്പതികൾ ക്രിസ്തുവും സഭയും തമ്മിലുള്ള പാവനമായ ബന്ധത്തിൻ്റെ പ്രതിബിംബമായി ജീവിച്ച് സ്വർഗത്തിൽ മഹിമയുടെ വസ്ത്രമണിയുവാൻ അനുഗ്രഹം നൽകണം. നമ്മുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ താലി ധരിച്ചു. മുഴുവൻ സ്നേഹത്തിലും ജീവിത വിശുദ്ധിയിലും നാൾക്ക് നാൾ അഭിവൃദ്ധിപ്പെടാനിടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കനായിലെ കല്യാണ വിരുന്നിനെ വിശദീകരിച്ച ക്രിസ്തുനാഥ വിവാഹബദ്ധരായ ദമ്പതികളെ അനുഗ്രഹിക്കുകയും അവരുടെ ഹൃദയങ്ങൾ നിർമ്മലവും ഉദാരവുമായ സ്നേഹത്തിലേക്ക് യോജിപ്പിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവർ സന്താനങ്ങളാൽ അനുഗ്രഹിതരാകുവാനും മക്കളിൽ ചെയ്യുന്ന സ്നേഹം ഇവർക്ക് 100 മടങ്ങായി തിരിച്ചു കിട്ടുവാനും ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആശ്രയിച്ചുകൊണ്ട് വിശുദ്ധ വിവാഹത്തിൽ ബന്ധിതരായിരിക്കുന്ന അങ്ങയുടെ മക്കളെ തൃക്കൺ പാർക്കണമേ. സ്വർഗത്തിലെ നിത്യാനന്ദത്തിൽ വീണ്ടും സംയോജിപ്പിക്കപ്പെടുന്നതുവരെ സ്നേഹത്തിൽ വളരുവാനും ജീവിത ക്ലേശങ്ങളും വൈഷമ്യങ്ങളും ഒരുമിച്ച് തരണം ചെയ്യുവാനും വേണ്ട കൃപാവരം ഇവർക്ക് നൽകണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ.
അങ്ങയോട് സദാ ചേർന്ന് നിൽക്കുകയും അങ്ങേ നാമം മാനവ സമക്ഷം പ്രഖ്യാപിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നന്ദിയുടെ ഏതാനും വാക്കുകൾ നമുക്കിന്നേ ദിനം ഇവരുടെ നിജിൻ്റെയും മെർലിൻ്റെയും വിവാഹം എന്ന കൂദാശയുടെ അനുബന്ധിച്ച് നടത്തപ്പെട്ട ദിവ്യബലിയിൽ നമുക്ക് വേണ്ടി വിചരിപ്പിച്ച് പ്രാർത്ഥിച്ച പ്രിയ ബഹുമാനപ്പെട്ട പീറ്ററച്ചൻ നമുക്ക് പരിചിതനാണ്. കപ്പുച്ചൻ ആശ്രമത്തിൻ്റെ ആശ്രമ ശ്രേഷ്ഠനായിരുന്നു. ഇപ്പോൾ അച്ഛൻ തൃപ്പൂണിത്തറയിൽ കപ്പുച്ചൻ സഭയുടെ ആത്മീയത അനുസരിച്ച് പാവപ്പെട്ടവർക്കും അതുപോലെ മറ്റുള്ളവർക്കും വേണ്ടിയുള്ള ഭക്ഷണ വിതരണത്തിലുമെല്ലാം വ്യാപൃതനായിരിക്കുന്നു. പ്രിയ ബഹുമാനപ്പെട്ട പീറ്ററച്ച ഇന്നേ ദിവസം ഈ ബലിയർപ്പിച്ച് ഞങ്ങളുടെ ഈ പ്രിയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. പിന്നെ ബാക്കി രണ്ടച്ഛന്മാരും ഡോക്ടർമാരാണ്. രണ്ടുപേരും റോമിൽ തങ്ങളുടെ ഉപരിപഠനം നടത്തിയവരാണ്. ആൻ്റണി അച്ഛൻ പഠനം കഴിഞ്ഞ് വന്നതേയുള്ളൂ. റീഗനച്ഛൻ അച്ഛന് കളമശ്ശേരി സെമിനാരിയിലെ വിദ്യാർത്ഥികളുടെ സെമിനാരി തിയോളജി പ്രൊഫസറായിട്ട് സേവനം ചെയ്യുന്നു. പ്രിയപ്പെട്ട ആൻ്റണി അച്ഛനും അതേപോലെ ഇന്നത്തെ സന്ദേശം നൽകിയ റീഗനച്ഛനും സ്നേഹത്തോടെ കുടുംബാംഗങ്ങളുടെ പേരിലും ഞങ്ങളുടെ നാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. പ്രിയ നിതിന്, മെർലിനും സെൻറ്റ് പാട്രിക് ഇടവകയുടെ ഇടവക സമൂഹത്തിൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു. സെൻറ്റ് പാട്രിക് ഇടവകയുടെ പുതിയ നിതിന് ഞങ്ങളുടെ ഇടവക സമൂഹത്തിലേക്ക് സ്വാഗതവും എല്ലാവിധ ദേവാലയങ്ങളും നേരുന്നു. സർവശക്തനായ പിതാവായ ദൈവം തൻ്റെ സന്തോഷം നിങ്ങൾക്ക് നൽകുകയും സന്താനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവത്തിൻ്റെ ജാതനായ പുത്രൻ ഉയർച്ചയിലും താഴ്ചയിലും നിങ്ങളെ കാരുണ്യപൂർവ്വം സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയങ്ങളിൽ സദാ ചൊരിയുമാറാകട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും